ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു ജീനിയസിൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് മീര ജാസ്മിൻ എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ലോഹിതദാസ് സാർ. ഏറ്റവും വലിയ, കാരണം അന്ന് ലോഹിതദാസ് സാർ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടേക്കോ എത്തപ്പെട്ടനായി. പൃഥ്വിരാജ് എന്ന് മഹാപ്രതിഭയായി മാറി. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളല്ലേ. എൻ്റെ നമ്മളൊരു ചേട്ടനനിയൻ ബന്ധമായിരുന്നു. പുള്ളി ഒരു തമാശക്കാരനാണ്. ഒരു കാര്യം ഒന്നും പറയില്ല. ലോഹിതദാസ് സാർ എന്ന് പറഞ്ഞാല് ഒന്നും പറയത്തില്ല. മാറ്റുന്നത് എന്താണെന്നോ ചെയ്യുന്നത് എന്താണെന്നോ ഒന്നും പറയില്ല. ഇപ്പൊ ആ സിനിമയിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് അപ്പൊ അതിന്റെ പിന്നില് അവനെ സെൻസ് ചെയ്തു പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത എൻ്റെ ആ ക്യാരക്ടർ അദ്ദേഹം പഠിച്ചെടുത്തിരിക്കുന്നതാണ്. അവിടെ അദ്ദേഹം എത്ര സിമ്പിൾ ആണെങ്കിലും, എത്ര വയബിൾ ആണെങ്കിലും, എത്ര നല്ല മനുഷ്യനാണെങ്കിലും അവിടെ അദ്ദേഹം കൃത്യ ബൗണ്ടറി വരച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പൃഥ്വിരാജ് ഇപ്പോൾ സ്വന്തം റിലേറ്റീവ്സിനെ പോലും കാണുന്നത് വളരെ റയറായിട്ടാണ്. കാരണം അദ്ദേഹം ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എന്തർത്ഥമുണ്ട്? അപ്പൊ ഇതെല്ലാം വ്യാജമായ ആരോപണങ്ങളല്ലേ? കുടുംബം തകർത്തു. പിന്നെ ഞാൻ വേറൊരു കഥ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ നടികളുമായിട്ട് ഒരു വ്യക്തിക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയോ ഈ ലോകത്ത്? ഇല്ല, അതൊരു നടി എന്നല്ല, ഏതൊരു സ്ത്രീയോടും ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആളോട് മാത്രമേ നമുക്ക് തോന്നൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന ഒരു രീതി അല്ലല്ലോ നിങ്ങളെല്ലാവരിനോട് തോന്നുന്നു. എവിടെയെങ്കിലും മീര അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ യാത്രയ്ക്ക് ശേഷമാണ് ഇത് 2 മണിക്കൂർ ക്യാപ്സൂളായിട്ട്. അപ്പോൾ ഈ സിനിമ കുറച്ചു പേര് കണ്ട് കുറച്ച് പൈസ വന്നതിന് ശേഷം പോരെ ഈ സിനിമ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിമർശനങ്ങളും തകർക്കാനാണെന്നാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് സാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആർക്കും, കാരണം ഇത്രയും ഒരു വലിയൊരു വേഷം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരും. ആ വ്യക്തിയെ അവിടുന്ന് വിടാനും ഒക്കെ വേണ്ടിയിട്ട്. പക്ഷെ സാറിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. സാറിന് ഗിരി എന്ന് പറയുന്ന വേഷം ചെയ്യണമെങ്കിൽ അത് ബിനോയ് ചെയ്താൽ മാത്രമേ ഈ പടം കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് സാറിനൊന്നും ഉറച്ച വിശ്വാസമുണ്ട്. നീ പേടിക്കണ്ട. അപ്പോൾ ചില ടീമൊക്കെ വിചാരിച്ചു പൊക്കോളും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരെ അടുത്ത ആൾ വിളിക്കും. പക്ഷെ സാറിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ ലോറിദാവയിൽ ആ സ്ത്രീകളുമായിട്ടൊക്കെ പോകുന്ന ആ ക്യാരക്ടറാണ് കുറച്ചുകൂടി ഒന്നൊരു മികച്ചതായിരുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആയിരുന്നു? അങ്ങനെ നമുക്ക് പറയാൻ, അവരുടെ ആ ലൈഫ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ലൈഫ് അധികം വന്നിട്ടില്ല. നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു കഥ എഴുതുമ്പോൾ ഈ കഥയിലാണ് ആ സിനിമയുടെ പ്രപഞ്ചം ഉൾക്കൊള്ളുന്നത്. ആ സിനിമയ്ക്കൊരു യൂണിവേഴ്സ് ഉണ്ട്, ആ സിനിമയ്ക്കൊരു ക്യാൻവാസ് ഉണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലാണ് ഈ കഥയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉൾക്കൊള്ളുന്നത്. അപ്പം നമുക്ക് പുറത്തു നിന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല ആ ഭാഗത്ത് ആ സ്ത്രീകളുമായിട്ടുള്ള ആ ബന്ധവും അവരുടെ ലൈഫും കുറച്ചുകൂടി കാണിച്ചിരുന്നെങ്കിൽ ഈ കഥ കുറച്ച് വേറൊരു തലത്തിലേക്ക് ആയിരുന്നെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇറ്റ്സ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ചെറുതായിട്ടൊക്കെ എഴുതുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മളുടെ മനസ്സിൽ ഒരു സിനിമയുടെ ഒരു കഥ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തിരക്കഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾക്കൊരു ബൗണ്ടറീസ് ഉണ്ട്. അപ്പോൾ ഈ ബൗണ്ടറീസിൽ അദ്ദേഹം ഓരോ ഹീറോയിനായാലും വില്ലനായാലും സബ് ക്യാരക്ടേഴ്സ് ആയാലും ഇയാൾ ഇതിനെ വരയ്ക്കുന്നുണ്ട്, നമ്മളറിയാതെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ ബൗണ്ടറി ഇടുമ്പോൾ ഈ നായകൻ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ വില്ലൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് ആ തിരക്കഥാകൃത്താണ് തീരുമാനിക്കുന്നത്. ഡയറക്ടർ പോലും അല്ല. അവിടെ ഡയറക്ടർക്ക് റോളില്ല. ഡയറക്ടർക്ക് റോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മേക്കിംഗ്. ആ മേക്കിങ്ങിലാണ്. ഇതില് തിരക്കഥാകൃത്തും ലോഹിതദാസ് സാറായണ്ട ഞാൻ പറഞ്ഞത്. ചിലപ്പം ലാലേട്ടനെ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പം തിരക്കഥ ധാരണ എനിക്ക് തോന്നുന്നു. ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഹാപ്രതിഭാധനായ എഴുത്തുകാരനാണ് ലോഹിതദാസ് സാർ. ഒരു സാധാരണ എഴുത്തുകാരനല്ല. ഒരു ബാഹ്യ ഇടപെടൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല.
അങ്ങനെ മാറ്റില്ല ഇപ്പൊ ഒരിക്കലും. ഇപ്പൊ ആ സിനിമയിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അപ്പം എനിക്ക് കുറേ സ്വഭാവങ്ങൾ ഉള്ള ഒരാളാണ്. അപരിചിതമായ സ്ഥലത്തില്ല, അപരിചിതരോട് പരിചയപ്പെടുക, ആ സീനൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതെൻ്റെ ഒരു നേച്ചറാണ്. വെറുതെ കാറോ അല്ലെ ബൈക്കോ എടുത്തിട്ട് പോകും, ഏതെങ്കിലും ഇടുക്കിയിൽ ഏതെങ്കിലും കുഗ്രാമങ്ങളിൽ ചെല്ലും, അവിടെയുള്ള ആൾക്കാരോട് സംവദിച്ച് ഭക്ഷണം അങ്ങനെ പോരുന്ന ഒരാളാണ്. അതതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ പൈസ നഷ്ടപ്പെടരുത് എന്ന് ഉള്ള അതിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഒരു 5000 രൂപ പോയാൽ കരയുന്ന നീ 7 ലോറി പോയിട്ട് നീ കരഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ പിന്നില് അവന് സെൻസ് ചെയ്തു പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്താ എൻ്റെ ആ ക്യാരക്ടർ അദ്ദേഹം പഠിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ സീൻസ് അതിലാണ് ചതിയാണെന്ന് ശരിക്കും മനസ്സിലായത്. അതായത് അതുവരെ പിന്നെ ചന്ദ്രഹാസൻ വിശ്വസിച്ചു സുഹൃത്തിനെ. അതെ, സുഹൃത്തിനെ വിശ്വസിക്കുകയാണ്. പക്ഷെ അത് അവിടെയാണ് ആ കഥ നിൽക്കുന്നത് അവിടെയാണ്. അതായത് ആ കഥയ്ക്ക് നമുക്ക് ആദ്യമേ തൊട്ട് തന്നെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരു നല്ല കഥയായിട്ടാണ് പോകുന്നത്. ഈ ചതിയിലേക്ക് വരുന്നത് ഈ പെണ്ണ് വന്നതിന് ശേഷം മാത്രമാണ്. അതായത് ഈ ഇന്ദിര എന്ന് പറയുന്ന പെണ്ണാണ് ഈ ഇവരെ സ്പ്ലിറ്റ് ചെയ്യുന്നതും ഇതിനെല്ലാം തകർക്കുന്നതും. അതുകൊണ്ടാണ് ഗിരി അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ കഥ ശരിക്കും ചതിയുടെ കഥയാണ് ചക്രം എന്ന് പറയുന്നത്. അങ്ങനെ സാറ് ഷൂട്ടിംഗ് തുടങ്ങി. ഞാൻ തിരിച്ചു വന്നു, വീണ്ടും അവിടെ സെറ്റിൽ ചെന്നു. പിന്നെ കുറേ ദിവസം സാറിൻ്റെ കൂടെ തന്നെ. ആദ്യം എനിക്ക് ഷൂട്ടില്ലായിരുന്നു. കുറേ ദിവസം ഇങ്ങനെ നമ്മൾ നീ വാ കേട്ടോ, കൂടെ വന്നോട്ടെ. അപ്പം ഞാനും കൂടെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴും എവിടെ ഉണ്ടല്ലോ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഒരാൾ കയറി ഇത്രയും വലിയൊരു വേഷം ചെയ്യുമ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടണം എന്നുള്ള ചിന്താഗതിക്കാരും ഉണ്ട്, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ചിലരൊക്കെ പറയും, നിൻ്റെ തീരുമാനം നാളെ അറിയാം. കാരണം എൻ്റെ ഫസ്റ്റ് ഷൂട്ട് ഇതുവരെ എടുത്ത് തുടങ്ങിയിട്ടില്ല. ഷൂട്ട് തുടങ്ങിയിട്ട് 15 ദിവസമായി. നാളെ നമുക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഞാൻ ഡബിൾ റോളാണ്, ഒരു സിക്കായിട്ട് കൂടി അഭിനയിക്കുന്നുണ്ട്. സിക്കായിട്ടാണ്. അപ്പോൾ ഈ സിക്കായിട്ട് ഫസ്റ്റ് ഷോട്ടാണ്. അത് ലാസ്റ്റ് ക്ലൈമാക്സ് ആദ്യമാണോ ഷൂട്ട് ചെയ്തത്? ക്ലൈമാക്സ് അല്ല, അതിനിടയിൽ ഒരു കാർ ചേസിങ്ങും പിന്നെ വെടിവെക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ ഈ രാത്രി നല്ല തണുപ്പുമാണ് നമുക്കും. പിന്നെ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, നല്ല റോഡിൽ ക്രെയിനും എല്ലാം വെച്ചിട്ടുള്ളതാണ്. സാറ് പറഞ്ഞു, നീ അവനെ കാണുന്നു, കണ്ടിട്ട് കയറി. എനിക്ക് എന്ത് ചെയ്താൽ ഈ കയറാൻ പറ്റണല്ലോ, ഈ വ്യക്തിനെ കണ്ടിട്ട് നമ്മൾ കയറണം, എന്ത് ചെയ്താൽ നടക്കണല്ലോ, ഈ പേടി നിൽക്കുകയാണത്. അപ്പോൾ സാറ് അടുത്തേക്ക് വന്നു, എടാ നീ പേടിക്കണ്ട. അപ്പോൾ ചില ടീമൊക്കെ വിചാരിച്ചു ഇവൻ പൊക്കോളും, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ അവരെ അടുത്ത ആൾ വിളിക്കും. പക്ഷെ സാറിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴും വിചാരിച്ചു ശരിയാവില്ലായിരിക്കും ആക്ടിങ് അല്ല. അപ്പോൾ രാവിലെ അടുത്ത ദിവസം അവിടെ ഒരു സ്റ്റില്ലെടുത്തിട്ട് നോക്കുകയാണ്. നോക്കിയപ്പോൾ എക്സ്പ്രഷൻസ് ഈ പറയുന്ന മാതിരി വരുന്നുണ്ട്. ഉടനെ തന്നെ അവൻ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ പറയുന്ന മാതിരി ഞങ്ങളെ അങ്ങനെ ഓക്കെ ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ വരിക. ബിനു ചേട്ടാ, ഞാൻ നേരത്തെ സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ആദ്യത്തെ സ്ക്രിപ്റ്റിന്റെ ഒരു ആത്മാവല്ല, പിന്നീട് ഒരു ചേഞ്ച് ചെയ്ത സ്ക്രിപ്റ്റാന്നൊക്കെ ഞാൻ കേട്ടതാണ്. അന്നേരം ഞാൻ ചെറുതാണ്, പക്ഷെ ഞാൻ വായിച്ചു കേട്ടത്. അപ്പൊ അങ്ങനെ ഒരു ബാഹ്യ ഇടപെടലൊക്കെ വന്നിട്ട് സ്ക്രിപ്റ്റ് മാറ്റുന്ന ഒരാളാണ് ലോഹി സാറെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്താണ് കണ്ടറിഞ്ഞ ഒരാളെന്ന നിലയിൽ ലോഹി സാറിനെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രത്തെയോ കഥാതന്തുവിനെയോ കഥയുടെ തിരക്കഥയോ ഒരു ഫോർമാറ്റിലും ഒരാളുടെ കൈകടത്തലും അദ്ദേഹം സമ്മതിക്കില്ല. അവിടെ അദ്ദേഹം എത്ര സിമ്പിളാണെങ്കിലും, എത്ര വയബിളാണെങ്കിലും, എത്ര നല്ല മനുഷ്യനാണെങ്കിലും അവിടെ അദ്ദേഹം കൃത്യ ബൗണ്ടറി വരച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വാക്ക് ആഡ് ചെയ്ത് അപ്പം കട്ട് പറഞ്ഞിട്ട് റീടേക്ക് പോകും. 5 പ്രാവശ്യം റീടേക്ക്, 6 പ്രാവശ്യം എൻ്റെ റീടേക്ക് എടുത്തിട്ടുണ്ട്. ഒറ്റ വാക്ക് ഒരു വാക്ക് ഒന്ന് ഇതായാൽ മതി. സാർ സമ്മതിക്കില്ല.
അത് അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വലിയൊരു മടയത്തരമാണ്. സാർ ഒരിക്കലും സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരാളെയും, അതാണല്ലോ സാറിൻ്റെ സ്ക്രിപ്റ്റിന് ഈ അദ്വിതീയ സ്ഥാനം ഇന്ന് നിൽക്കുന്നതിൻ്റെ കാരണം ഇദ്ദേഹം കഥാപാത്രത്തെ അല്ലെങ്കിൽ ഈ കഥയെ സ്വാംശീകരിച്ച് ആ കഥയിലേക്ക് കൊടുത്തിട്ട് ആ കഥ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലനത്തോടു കൂടി ക്യാൻവാസിലേക്ക് വരുമ്പോൾ, അത് സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരിക്കലും അതിൽ കൈകടത്താൻ അദ്ദേഹം സമ്മതിക്കാത്തത് കൊണ്ട്, അദ്ദേഹം അതിൽ അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ആ കഥ ഇന്നും ഓരോന്നും അമരമായാലും കിരീടമായാലും അത് വിജയിച്ച് ഇന്നും തന്നെ നിൽക്കാനുള്ള കാരണം അതാണ്. കാരണം നമ്മൾ എഴുത്തിൻ്റെ ലോകത്ത് ലോഹിതദാസ് സാറിനെ വെല്ലാൻ ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ ഈ പറയുന്ന ഇതൊക്കെ വളരെ തികച്ചും ബാലിശമായ ഒരു ആരോപണമാണ്. കാരണം ലോഹിതദാസ് സാറ് ഒരു കഥ എഴുതിയാൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഒരു ഇത് എഴുതി കഴിഞ്ഞാൽ അതിൽ ഒരാളുടെയും കൈകടത്ത് സാർ അനുവദിക്കില്ല. അതൊരു സംശയവും വേണ്ട. സാറ് കൃത്യമായിട്ട്, അതുകൊണ്ട് തന്നെയല്ലേ എനിക്കതിൽ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ അത് തന്നെയാണ്. സാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആർക്കും, കാരണം ഇത്രയും ഒരു വലിയൊരു വേഷം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരും. ആ വ്യക്തിയെ അവിടുന്ന് വിടാനും ഒക്കെ വേണ്ടിയിട്ട്. പക്ഷെ സാറിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. സാറിന് ഗിരി എന്ന് പറയുന്ന വേഷം ചെയ്യണമെങ്കിൽ അത് ബിനോയ് ചെയ്താൽ മതി. ബിനോയ് ചെയ്താൽ മാത്രമേ ഈ പടം കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് സാറിനൊന്നും ഉറച്ച വിശ്വാസമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ എൻ്റെ ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ എന്നിലുള്ള ഒരു ബോധ്യമായിരിക്കണം. കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് അല്ലല്ലോ. അത് അദ്ദേഹം ആര് പറഞ്ഞിട്ടും എന്നെ അന്ന് പിന്തിരിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ തന്നെ സെറ്റിൽ നിന്ന് മടങ്ങിയല്ലോ. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എല്ലാത്തിലും ഒരു നിർവികാരത കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ജീവിതം ഇത്രയേ ഉള്ളൂ, ജീവിതം അധികം മുമ്പോട്ടില്ല, മനുഷ്യനെല്ലാം ആറടി മണ്ണിൻ്റെ ജന്മിയാണ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഓരോ ദിവസവും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. കിട്ടുന്നതെല്ലാം ലാഭം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അല്ലാതെ നമ്മൾ ഇതുവെല്ലാം കൊണ്ടുവന്നതാണോ? അല്ല. ഇപ്പോൾ ഈ ചക്രം എന്ന് പറയുന്ന ഒരു പടം അതുപോലൊരു അന്ന് എങ്ങാണ്ട് 5 കോടി 6 കോടിയാണ് അന്നത് ഇറങ്ങിയ സമയത്ത്. അത്ര ഒരു ചർച്ചയിൽ അത്ര അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് ശരിയാണോ? അത്ര ദിവസം ഓടിയിട്ടുണ്ടായിരുന്നു ചക്രം. ആ പടം അന്ന് 20-25 ദിവസം ഓടി അന്ന്. പിന്നില്ലേ, പടം ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് ഓരോ ആൾക്കാർ ഇങ്ങനെ ഓരോ സിനിമ അത് ഈ പറയുന്ന മാതിരി എന്താ പറയണത്, ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഗോസിപ്പുകൾക്ക് നമ്മുടെ സിനിമയിൽ യാതൊരു പഞ്ഞുമില്ല. സ്വാഭാവികമായിട്ട് അത് ആർക്കും എന്തും പറയാലോ. ഇപ്പം ഈ ലോഹിതദാസ് സാറിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ട ലോഹിതദാസ് സാറ് തികച്ചും വ്യത്യസ്തനാണ്. ഞാൻ പരിചയപ്പെട്ട, ഞാൻ അടുത്തറിഞ്ഞ ലോഹിതദാസ് സാർ തികച്ചും വ്യത്യസ്തനാണ്. ആൾക്കാർ പല ഭാഷകളിൽ സംസാരിക്കാറുണ്ട്, മോശമായിട്ട് സംസാരിക്കാറുണ്ട്, നല്ലത് സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരൻ, ഒരു തിരക്കഥാകൃത്ത്, ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ലോഹിതദാസ് നിൽക്കുന്ന ഒരു ഔന്നത്യമുണ്ട്. അദ്ദേഹം നടന്നു കയറിയിരിക്കുന്നതായ ഒരു സിംഹാസനമുണ്ട്. അതൊന്നും ഒരാൾക്കും തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ലോഹിതദാസ് സാറ്. ഏറ്റവും വലിയ, കാരണം അന്ന് ലോഹിതദാസ് സാറ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടേക്കോ എത്തപ്പെട്ടനായി. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഇത് പറഞ്ഞല്ലോ, ഞാൻ ഒന്നിനെയും ഒരു ഗൗരവമായിട്ട് എടുക്കാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2-3 പ്രാവശ്യമൊക്കെ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒഴിവാക്കി കളഞ്ഞതാണ് ഈ പ്രൊജക്റ്റ് തന്നെ. അങ്ങനെ ഒരു നേച്ചറുണ്ട് എനിക്ക്. കാരണം ഞാൻ ദൈവത്തെ മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ചിന്തകൾ, ഇത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. മനുഷ്യന് എനിക്ക് അത്ര പ്രാധാന്യമുള്ള ആൾക്കാരല്ല. ഈ സിനിമയുടെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരുപാട് വിമർശനങ്ങളുടെ പറഞ്ഞല്ലോ. അപ്പോൾ ലോഹിതദാസ് സാറിൻ്റെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് മീര ജാസ്മിൻ. മീര ജാസ്മിൻ, അത് ഈ സിനിമയിൽ എങ്ങനെയാണ് അവരുടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട്? അവരെക്കുറിച്ച് നെഗറ്റീവ് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് നമ്മൾ വിമർശനങ്ങൾ ഒരിക്കലും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഐ എം എ പോസിറ്റീവ് പേഴ്സൺ. ഞാൻ ഒരിക്കലും നെഗറ്റിവിറ്റി എടുക്കാറില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീവ്രമായിട്ടുള്ള ന്യൂമോണിയ വന്ന് ആശുപത്രി കിടക്കുന്നു, നമുക്ക് മാസ്കും എല്ലാം വെച്ച് ഓക്സിജൻ കുറയുന്നു. ഇത് ആരെങ്കിലും ഓർക്കാറുണ്ടോ? നമ്മുടെ തീവ്രമായ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല. ജീവിതവും അത് തന്നെയാണ്. ജീവിതത്തിന് നല്ലത് മാത്രം ഓർത്താൽ മതി.
എന്നാലും ഈ ഒരു കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കെമിസ്ട്രി എപ്പോഴും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു ജീനിയസിൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് മീര ജാസ്മിൻ എന്ന് പറയുന്ന ഒരു നടി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു പ്രതിഭയുടെ കയ്യിൽ വന്നുകൊണ്ടാണ് ബിനോയ് എന്ന് പറയുന്ന ഒരു നടനുണ്ടായത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ആ ഒരു സ്പാർക്ക് നമ്മുടെ ഉള്ളിലേക്ക് അദ്ദേഹം ഇഞ്ചക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ തീയുടെ ഒരംശം നമ്മുടെ ഉള്ളിലേക്ക് തന്നു. മീരയുടെ ഉള്ളിലേക്കും കൊടുത്തു, പൃഥ്വിരാജിൻ്റെ ഉള്ളിലേക്കും കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ലോകം കാണുന്ന പ്രതിഭാതനായ ബഹുമുഖ പ്രതിഭയായ പൃഥ്വിരാജ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. പിന്നെ അത് മാത്രമല്ല, ഫേസ് ടു ഫേസ് നിന്ന ഒരാൾ ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റാർ മാത്രമല്ല. ഞാൻ പൃഥ്വിരാജിനെ ഒരു സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് ഞാൻ കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ എന്നതിനേക്കാൾ ഉപരി പണം ഉണ്ടെങ്കിൽ ആർക്കും പ്രൊഡ്യൂസറാകാം. പക്ഷെ ഒരു തിരക്കഥാകൃത്തായി അദ്ദേഹം തന്നെ കഥ എഴുതി ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ലാലേട്ടനെ വെച്ച് മെഗാ സ്റ്റാറിനെ വെച്ച് പടം ചെയ്യുക, അത് വൻ ഹിറ്റായി മാറുക, അതിനുശേഷം എമ്പുരാൻ ചെയ്യുക. അപ്പം അതെന്ന് പറയുന്ന ഒരു ആ പ്രതിഭയ്ക്ക് വളമിട്ട ആളാണ് ലോഹിതദാസ്, അല്ലെന്ന് പറയണ്ട. ആ വളം അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങളും പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്താണ്. കാരണം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പടം മാത്രമാണ്. അപ്പോൾ ഞാനന്ന് ചിന്തിച്ചിട്ടുണ്ട്, ലോഹിതദാസ് സാറിൻ്റെ അടുത്തെത്തിയതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ എൻ്റെ ഒക്കെ വിജയം. പൃഥ്വിരാജ് എന്ന് മഹാപ്രതിഭയായി മാറി. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളല്ലേ. എൻ്റെ നമ്മളൊരു ചേട്ടനനിയൻ ബന്ധമായിരുന്നു. പുള്ളി ഒരു തമാശക്കാരനാണ്, വളരെ ഗൗരവം. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും ജീവിതത്തിൽ ഒന്ന് വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാലിലൊരു മുള്ളുകൊണ്ടാൽ, നമ്മുടെ ഉള്ളിലൊരു വൈറസ് വന്നാൽ, തൊണ്ടയിലൊരു തീരുന്നതേ ഉള്ളൂ ജീവിതം. അതാണ് ലൈഫ്. നമ്മളെപ്പോഴും ജീവിതത്തെ വളരെ സ്വതന്ത്രമായിട്ട് കഴിയുന്ന സഹായം ചെയ്യുന്ന ഒരാളാണ്, ഉപദ്രവിക്കാറില്ല. 2003 നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ലൈവാണ്. പക്ഷേ ഇന്നിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജ് വേറൊരു ലോകത്താണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പൃഥ്വിരാജ് എഴുത്തിൻ്റെ ലോകത്താണ്, പൃഥ്വിരാജ് സിനിമകളുടെ നിർമ്മാണത്തിൻ്റെ ലോകത്താണ്, അഭിനയത്തിൻ്റെ ലോകത്താണ്. ഈ ഒരേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു ലെജൻഡറി ആക്ഷൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിലേക്ക്, അതായത് നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു എഴുത്തിൻ്റെ ലോകത്തേക്കും നിർമ്മാണത്തിൻ്റെ ലോകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ബന്ധങ്ങളെ കീപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പൃഥ്വിരാജ് ഇപ്പോൾ സ്വന്തം റിലേറ്റീവ്സിനെ പോലും കാണുന്നത് വളരെ റയറായിട്ടാണ്. കാരണം അദ്ദേഹം ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കതിനെ ഒരു എതിർപ്പ് പറയാൻ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ബിനോയ് എന്ന് പറയുന്ന ആളെ അറിയാതെ ഒന്നും ഇരിക്കത്തില്ല. ഒരിക്കലും മറക്കാനിടയില്ല. ഇത് ചരിത്രത്തിന്റെ താളുകളല്ലേ. അത് അദ്ദേഹം മറന്നാലും ചക്രം, യൂട്യൂബിലേക്ക് ചക്രം എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം ഗിരി എവിടെയെന്ന് ചോദിച്ചു വരുള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ ആർക്കും മറക്കാൻ കഴിയും? എത്ര കാലം ഉണ്ടെങ്കിലും മരണമില്ലാത്ത അത് സിനിമയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഇപ്പം ബാക്കിയുള്ള രാഷ്ട്രീയമായാലും ബാക്കി ഏത് രംഗമായാലും വീഡിയോ ചെയ്തു തരണം. ഇത് അങ്ങനെയല്ല. ഇത് കാലത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് അത്. അതുകൊണ്ട് ഈ ലോഹിതദാസ് സാറിനെ കുറിച്ച് കേൾക്കുന്നതല്ല ലോഹിതദാസ് സാറ്. ഈ മീരയായിട്ട് അങ്ങനെ സെറ്റിലൊക്കെ എങ്ങനെയാണ്? അത് മീര എന്ന് പറയുന്നത് വളരെ ബഹുമാനത്തോടെയാണ് സെറ്റിൽ നിൽക്കുന്നത് ലോഹിതദാസ് സാറിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ഒരു കാര്യം ചെറുതായിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇതിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചെറുതായിട്ട് പറഞ്ഞുതരാം. ലോഹിതദാസ് സാറിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പെരുമാറാൻ കഴിയൂ, നന്നായിട്ടേ പെരുമാറാൻ കഴിയൂ. കാരണം ആ വ്യക്തി പ്രഭാവത്തിന് മുമ്പിൽ നമുക്ക് മറ്റൊന്ന് സത്യം പറയാം, വേറെ ഒന്നും. കാരണം ഈ ഗോസിപ്പുകളൊക്കെ പല ഗോസിപ്പുകൾ വരുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം പേഴ്സണലി ചോദിച്ചോട്ടെ. എൻ്റെ ചോദ്യം ഏതാ? ഒരാൾ പല ഇഷ്ടങ്ങളുണ്ടാവും, ഇത് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യം എന്താ? ചോദ്യം കറക്റ്റ് അല്ലേ? ഒരാൾക്ക് പല ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ ആ വ്യക്തിയുടെ ബൗണ്ടറിയെ ഭേദിച്ചുകൊണ്ട് അവരെ ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ അസൾട്ട് ചെയ്യുമ്പോൾ, ഹരാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കുറ്റമാകുന്നത്.
എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി ലോഹിതദാസ് സാറിനെതിരെ കേസ് കൊടുക്കുന്നു? ഇല്ല ഇല്ല ഒരിക്കലും. പിന്നെ ഈ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? എന്തർത്ഥമുണ്ട്? അല്ല അപ്പൊ ഇതെല്ലാം വ്യാജമായ ആരോപണങ്ങളല്ലേ? കുടുംബം തകർത്തു. പിന്നെ ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. ഞാൻ കണ്ടിടത്തോളം ഇതൊരു നമ്മുടെ ഒരു വീടാണ്. ഇവിടെ ഒരു ഡയറക്ടറാകുമ്പോൾ സ്വാഭാവികമായിട്ടും നടികൾ വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ നടികളുമായിട്ട് ഒരു വ്യക്തിക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുമോ ഈ ലോകത്ത്? ഇല്ല. അതൊരു നടി എന്നല്ല, ഏതൊരു സ്ത്രീയോടും ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആളോട് മാത്രമേ നമുക്ക് തോന്നൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന ഒരു രീതി അല്ലല്ലോ നിങ്ങളുടെ ലവറിനോട് തോന്നുന്നത്, ആണോ? ഒരിക്കലും അതാണോ നിങ്ങളുടെ ആ ബ്രദറിനോട് തോന്നുന്നത്? ഇതിനെല്ലാം ഒരു സ്ഥാനമില്ലേ? കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മാതിരി ഏതാണ്ട് 100ഓളം സിനിമകളിൽ വർക്ക് ചെയ്യുകയും അനേകം സെറ്റുകളിൽ പോയി കിടക്കുകയും പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുകയും അനേകം വർഷങ്ങളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഒരാളിലേക്ക് ഒരു ഇഷ്ടം വരണമെങ്കിൽ ആ വ്യക്തിയുടെ സമ്മതം കൂടി വേണ്ടേ? അത് വേണം. ആ വ്യക്തി ഇല്ലാതെ ആ വ്യക്തി പറയുകയാണോ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു കേസ് കൊടുക്കുക, ഒരു പ്രശ്നമാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാകില്ലേ? എവിടെയെങ്കിലും മീര അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ ആവശ്യമില്ലാത്ത ആളുകളുടെ കാരണം ഞാൻ കണ്ട ലോഹിതദാസ് എന്ന് പറയുന്നത് അദ്ദേഹം മഹാപ്രതിഭയാണ്. പിന്നെ ഇതിൽ വേറെ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എഴുത്തിൻ്റെ ലോകത്തും സൃഷ്ടികളുടെ ലോകത്തും അദ്ദേഹം വിരാജിക്കുക. അദ്ദേഹത്തിന് മറ്റു ലോകമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ക്ലാസിക്കുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അയാളുടെ മനസ്സിൽ മുഴുവൻ അത് മാത്രമേ ഉള്ളൂ, സിനിമ മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ അതായത് ആനയാണെന്ന് മനസ്സിലാകാതെ നമ്മൾ വെറുതെ അഭിപ്രായം പറയുക. അതൊന്നും അറിയാനില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഇപ്പോൾ ആൾക്കാർ ചില ആനകളെ കുറിച്ച്, ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആനയാണ്. പക്ഷെ ഒത്തിരി അവിഖ്യാതികൾ വരുന്നില്ല. എത്ര അവിഖ്യാതി വന്നില്ലെങ്കിലും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ആരാ? തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ. ഓർത്തിരിക്കണം. അതായത് എന്ന് പറയുന്ന മാതിരി എത്ര അവിഖ്യാതികൾ പറഞ്ഞില്ലെങ്കിലും ഇത് ഈ ലോഹിതദാസ് എന്ന് പറയുന്ന പ്രതിഭയ്ക്കോ പ്രഭയ്ക്കോ ഒരിക്കലും എന്തേൽപ്പിക്കില്ല, മങ്ങലേൽപ്പിക്കില്ല. വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാവും. എന്നെക്കുറിച്ച് എന്തെല്ലാം വിമർശനമുള്ളത് ഉണ്ട്, ശരിക്കും അന്വേഷിച്ചാൽ മനസ്സിലാവും. ആ വിമർശനങ്ങൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പല കണ്ണുകളുണ്ട്. ഇപ്പം തന്നെ ഞാൻ വേറൊരു കഥ പറയട്ടെ. ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഉടനെ തന്നെ അതിനെക്കുറിച്ച് വിമർശനം വരുന്നു. ശരിക്കും ഇത് ശരിയാണോ? അത് ശരിയല്ല. പക്ഷെ കണ്ടന്റ് വൈസ് ഇഷ്ടപ്പെടാത്തവര് അത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു സിനിമ എഴുതി നിർമ്മിച്ച് ലൊക്കേഷൻ കണ്ട് ആക്ടേഴ്സിനെ കണ്ട് തിരക്കഥ, പ്രീ ഷൂട്ട്, പോസ്റ്റ് ഷൂട്ട്, ഇതിൻ്റെ ഒരു കഠിനമായ ഒരു യാത്രയുണ്ട്. ഈ യാത്രയ്ക്ക് ശേഷമാണ് ഇത് 2 മണിക്കൂർ ക്യാപ്സുളായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ സിനിമ കുറച്ച് പേര് കണ്ട് കുറച്ച് പൈസ വന്നതിന് ശേഷം പോരെ ഈ സിനിമ തകർക്കാൻ വേണ്ടിയിട്ട് ഈ വിമർശനം കൊടുക്കല്? എല്ലാ വിമർശനങ്ങളും തകർക്കാനാണെന്നാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ സത്യവാനായ ഒരു മനുഷ്യനെ 10 പേര് ചേർന്ന് കള്ള എന്ന് വിളിച്ചാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് തന്നെ തോന്നി തുടങ്ങും, ഞാനൊരു കള്ളനാണോ? ഇത് തന്നെ ഇവിടെ. അതായത് ഈ മനസ്സ് മാറ്റി കളയാന്ന് പറയും. ഇപ്പം പുതിയൊരു ഫിലിം ഇറങ്ങുമ്പോൾ നിങ്ങൾ സഹോദരി കാണാൻ പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ വീട്ടിലെ 10 പേര് എല്ലാം റെഡിയാക്കി ഇരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു ബാഡ് റിവ്യൂ വരുന്നത്. ഉടനെ നിങ്ങൾ പറയും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാളൊരു സിനിമ ചെയ്യുന്നു, ആ സിനിമ അത് അവരുടെ സൃഷ്ടിയല്ലേ, അവർക്കത് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. അല്ലാതെ സിനിമയെ അധികമായിട്ട് വിമർശിച്ചുകൊണ്ട് വേറെ ഇതിനെ അങ്ങനെ കറക്റ്റ് ചെയ്താൽ കറക്റ്റ് ആവും സിനിമ? കറക്റ്റ് ആവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഏതൊരു മെഗാ ഡയറക്ടർ എടുത്താലും അല്ലെങ്കിൽ സാധാരണ ഡയറക്ടർ എടുത്താലും അവരൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണ്ട, അത് കഴിഞ്ഞു. അല്ലാതെ നമ്മളതിൻ്റെ പോരായ്മകൾ ഓരോന്നും നിരത്തിക്കൊണ്ട് ആ സിനിമയെ തകർക്കുന്ന ഈ
ബാഡ് റിവ്യൂസ് ഞാൻ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല.